നമസ്കാരം. ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസിന്റെ ബാക്കി ഭാഗം നോക്കാം. അടുത്തതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നാൽ കൊടുക്കാനുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല. നമ്മൾ റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് പഠിച്ചപ്പോൾ അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നുള്ള ഭാഗം കണ്ടു. അപ്പൊ അത് കാണാത്തവർ കണ്ട ശേഷം മാത്രമേ ക്ലാസ്സിലേക്ക് കടക്കുക. അത്തരത്തില് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകൾ, അതായത് കൊടുക്കാനുണ്ടായിരുന്നു പക്ഷെ കൊടുത്തിട്ടില്ല, ഇതൊക്കെ ബിസിനസ്സിൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കൊടുക്കാനുണ്ടായിരുന്നു, അത് ഈ വർഷം കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ ഈ വർഷം കൊടുത്തിട്ടില്ല. അടുത്ത വർഷമേ കൊടുക്കുകയുള്ളൂ, പക്ഷെ ഈ വർഷത്തെ കണക്കിൽ വരേണ്ടതാണ്. ഈ വർഷത്തെ കണക്കിൽ ഉൾപ്പെടുത്തണം. അത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന പേരിലാണ് ഈ വർഷത്തെ കണക്കിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു ബിസിനസ്സിൽ യഥാർത്ഥത്തിലുള്ള ലാഭമോ നഷ്ടമോ കണക്കാക്കണമെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തണം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാല് കൊടുക്കാനുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല. അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റിയാണ്, അതൊരു ബാധ്യതയാണ്, കൊടുത്തു തീർക്കാനുള്ളതാണ്. അത് കറണ്ട് ലയബിലിറ്റി എന്ന ഹെഡിലാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകളുടെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഇങ്ങനെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് അതാത് എക്സ്പെൻസുകളുടെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു. കൂടാതെ ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡില് കറണ്ട് ലയബിലിറ്റി ആയി രേഖപ്പെടുത്തുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. ട്രയൽ ബാലൻസ് ഷോസ് എ സാലറി ഓഫ് ₹15,000 but a salary of 1,000 for the month of December 2004 has not been paid till 31/12/2004. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് സാലറി 15,000, അതിന്റെ കൂടെ 1,000 ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആഡ് ചെയ്യണം. ഔട്ടർ കോളത്തില് 16,000 രേഖപ്പെടുത്തണം. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡില് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആയി 1000 രൂപ രേഖപ്പെടുത്തണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് അൺഎക്സ്പെയർഡ് എക്സ്പെൻസ് എന്നും അറിയപ്പെടുന്നു. യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസുകൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആവശ്യമാണ്. അതായത് എക്സ്പെൻസുകൾ നേരത്തെ പേ ചെയ്തു, അത് ഈ വർഷത്തെ കണക്കിൽ വരേണ്ട കാര്യമില്ല, പക്ഷെ ഈ വർഷം പേ ചെയ്തു, അടുത്ത വർഷമാണ് വരേണ്ടത്. ഈ വർഷം പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന ഹെഡിലാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ എന്നത് മുൻകൂട്ടി അടച്ചത് കൊണ്ട് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ് ആയി രേഖപ്പെടുത്തണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഇത് അതാത് എക്സ്പെൻസുകളിൽ നിന്നും കുറച്ച് കാണിക്കണം. അതായത് ഈ വർഷം വരേണ്ടതല്ല, അടുത്ത വർഷത്തേക്കുള്ളതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതാത് എക്സ്പെൻസുകളിൽ നിന്നും പ്രീപെയ്ഡ് എക്സ്പെൻസുകളെ കുറച്ച് കാണിക്കണം. Trial balance shows a salary of ₹15,000. Salary for the month of January 2005 has been paid in 31/12/2004. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ സാലറി 15,000, അതിൽ നിന്നും പ്രീപെയ്ഡ് സാലറി ആയ 1,000 കുറച്ച് 14,000 ആണ് ഔട്ടർ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് കറണ്ട് അസറ്റ് ആയും രേഖപ്പെടുത്തണം. അടുത്തത് അക്രൂഡ് ഇൻകം. ഇൻകം എന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം എന്നറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം. അതായത് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, കിട്ടാനുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല. ഇത്തരത്തിലുള്ള ഇൻകംസ് അതാത് ഇൻകത്തിന്റെ ഒപ്പം ആഡ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. അതോടൊപ്പം ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ് ആയി രേഖപ്പെടുത്തണം. അതായത് കിട്ടാനുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്, കറണ്ട് അസറ്റ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഓൺ December 31st, 2018 എ കമ്പനി പെയ്ഡ് റെന്റ് ഓഫ് 10,000 ആൻഡ് കാൽക്കുലേറ്റഡ് 5,000 ആസ് റെന്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെന്റ് 10,000, അതിനോടൊപ്പം അക്രൂഡ് റെന്റ് 5,000 ആഡ് ചെയ്യണം. 15,000 ആണ് ഔട്ടർ കോളത്തില്. അക്രൂഡ് ഇൻകം എന്നത് കിട്ടാനുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല, ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ് ആയി രേഖപ്പെടുത്തണം. അടുത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇത് അൺഏൺഡ് ഇൻകം എന്ന് അറിയപ്പെടുന്നു. അതായത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയി കിട്ടിയ ഇൻകം ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. അതായത് നേരത്തെ കിട്ടിയെന്ന് പറയുമ്പോൾ അതിനുള്ള സർവീസ് നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പൊ അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. അടുത്ത വർഷത്തേക്കുള്ള ഇൻകം ഈ വർഷം കിട്ടിയതാണ്, അത് അതാത് ഇൻകത്തിൽ നിന്നും കുറച്ച് കാണിക്കണം. അതായത് ഈ വർഷം വരേണ്ട കാര്യമില്ല, അടുത്ത വർഷത്തേക്കുള്ള ഇൻകം ആണ്, ഇത് ഈ വർഷത്തെ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കണം.
ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റി ആയി രേഖപ്പെടുത്തണം. എ കമ്പനി ഗെറ്റ്സ് എ റെന്റ് ഇൻകം ഓഫ് 12,000 ഫോർ ദ നെക്സ്റ്റ് ഇയർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ റെന്റ് റിസീവ്ഡ് 12,000, അതിൽ നിന്നും റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2,000 ഡിഡക്ട് ചെയ്യണം 10,000 ഔട്ടർ കോളത്തിലെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലെ കറണ്ട് ലയബിലിറ്റി ആയി രേഖപ്പെടുത്തണം. അടുത്തത് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്നത് ഉപയോഗം മൂലമോ അല്ലെങ്കിൽ കാലപ്പഴക്കം മൂലമോ അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ മൂലമോ അസറ്റുകൾക്ക് ഉണ്ടാകുന്ന വിലയിടിവാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. കൂടാതെ അതാത് അസറ്റുകൾക്കുള്ള ഡിപ്രീസിയേഷൻ അതാത് അസറ്റുകളിൽ നിന്നും കുറച്ച ശേഷമാണ് ബാലൻസ് ഷീറ്റിൽ അതാത് അസറ്റുകളുടെ വില നമ്മൾ രേഖപ്പെടുത്തുന്നത്. A company accrued as machine on 1/1/2002 at a cost of 50,000. The firm rate of depreciation at the rate of 10% per annum. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ മെഷീനറി വില 50,000, 10% ഡിപ്രീസിയേഷൻ. 5,000 എന്നത് ഡിപ്രീസിയേഷനായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് അതാത് അസറ്റുകളിൽ നിന്നും ആ ഡിപ്രീസിയേഷൻ കുറച്ച ശേഷം ആ എമൗണ്ട് ആണ് അസറ്റുകളുടെ വിലയായി രേഖപ്പെടുത്തുന്നത്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഒരു വ്യക്തി ഒരു ബിസിനസ് തുടങ്ങി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് ബിസിനസ് എന്ന വ്യക്തി, ബിസിനസ് തുടങ്ങുന്ന വ്യക്തി. അപ്പൊ ഇങ്ങനെ ബിസിനസ് തുടങ്ങുന്ന വ്യക്തി ഒരു ലോൺ കൊടുത്തതായാണ് പരിഗണിക്കുന്നത്. അപ്പോ ഇത്തരത്തില് ക്യാപിറ്റലിന് ബിസിനസ് എന്ന വ്യക്തി ഇൻട്രസ്റ്റ് നൽകേണ്ടതാണ്. അപ്പൊ ബിസിനസ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നത് ഒരു എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ഓൺ ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലെ രേഖപ്പെടുത്തണം. കൂടാതെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലെ ക്യാപിറ്റലിനോടൊപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യണം. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഒരു ബിസിനസ് ഓണർ ബിസിനസ്സിൽ നിന്ന് ഒരു തുക പിൻവലിച്ചു കഴിഞ്ഞാൽ ആ തുക ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് അല്ല, അത് ആ വ്യക്തിയാണ്, ബിസിനസ് ഓണറാണ് പിൻവലിക്കുന്നത്. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു എന്ന് പറയുമ്പോൾ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. കൂടാതെ ഓണർ ആ ബിസിനസ്സിൽ നിന്നും അയാളുടെ ക്യാപിറ്റലിൽ നിന്നും ഒരു തുക പിൻവലിച്ചു കഴിയുമ്പോൾ അയാളുടെ ക്യാപിറ്റൽ അവിടെ കുറയുകയാണ്. ഇത് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലെ ക്യാപിറ്റലിൽ നിന്നും കുറച്ച് കാണിക്കണം. അടുത്തത് ബാഡ് ഡെപ്റ്റ്. അതായത് ഏതൊരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം കടത്തിന് നൽകും, അപ്പോ കുറേയൊക്കെ തിരിച്ചു കിട്ടാതെ വരും. അതിൽ 100% തിരിച്ചു കിട്ടാത്ത കാര്യങ്ങളെയാണ് ബാഡ് ഡെപ്റ്റ് ആയി രേഖപ്പെടുത്തുന്നത്. ഇത് ഈ ബാഡ് ഡെപ്റ്റ് എന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം 100% ലോസ് ആണ്. ഇതൊരു ലോസുകളെ എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. കൂടാതെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലെ ഡെപ്റ്റേഴ്സിൽ നിന്നും ഈ എമൗണ്ട് കുറച്ച് കാണിക്കണം. ബാഡ് ഡെപ്റ്റ് എന്നത് 100% കിട്ടില്ല എന്നുറപ്പുള്ള ഘടകങ്ങളാണ്. ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് സംശയാസ്പദമായ ഘടകങ്ങളാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. സംശയമാണ് ഇത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അതിനൊരു പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. കൂടാതെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലെ ഡെപ്റ്റേഴ്സിൽ നിന്നും കുറച്ചും കാണിക്കണം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. അതായത് കടക്കാര് നമുക്ക് കടം വാങ്ങിയത് പണം തിരികെ നൽകിയപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ തുക ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തു. അതായത് 100 രൂപ നമുക്ക് കിട്ടാനുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു 90 രൂപ കിട്ടിയാൽ മതി. അപ്പൊ അതിനൊരു പ്രൊവിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. അപ്പൊ നമുക്ക് 100 രൂപ കിട്ടാനുണ്ടായിരുന്നു, നമ്മൾ 90 തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ 10 രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. കൂടാതെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലെ ഡെപ്റ്റേഴ്സിൽ നിന്നും ഇത് കുറച്ചും കാണിക്കണം. അതായത് അത്രയും തുക കുറച്ചേ നമുക്ക് ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുകയുള്ളൂ. അടുത്ത പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. ബിസിനസ് കടം വാങ്ങിയ ആളുകൾ ഡിസ്കൗണ്ട് നൽകിയതാണ്. അതായത് ബിസിനസിന് ഡിസ്കൗണ്ട് കിട്ടിയതാണ് ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. അതായത് 100 രൂപ നമ്മൾ കൊടുക്കാനുണ്ടായിരുന്നു, ബിസിനസ് കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷെ 90 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് 10 രൂപ എന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലാഭമാണ്. 100 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, 90 രൂപയെ കൊടുത്തുള്ളൂ, 10 രൂപ ലാഭം കിട്ടി. ഇത്തരത്തില് ക്രെഡിറ്റേഴ്സ് ഡിസ്കൗണ്ട് അലോ ചെയ്ത് കഴിയുമ്പോൾ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻകം ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. അതായത് ഇത് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡില് ക്രെഡിറ്റേഴ്സിൽ നിന്നും കുറച്ച് കാണിക്കണം. അതായത് ക്രെഡിറ്റേഴ്സിന് നമ്മൾ ഇത്രയും തുക കൊടുക്കാനുണ്ടായിരുന്നു, ഇത്രയും കൊടുത്താൽ മതി. അത് ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സിൽ നിന്നും കുറച്ച് കാണിക്കണം.
ഇത്രയുമാണ് പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.